ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഡ്യുവൽ സോൺ എ സി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഡ്യുവൽ സോൺ അല്ലെങ്കിൽ 3 സോൺ എ സി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു വാഹനത്തിന് എങ്ങനെ ഡ്യുവൽ അല്ലെങ്കിൽ 3 സോൺ എ സി ഒക്കെ വരുന്നത്? അത് ശരിക്കും പ്രാക്ടിക്കലാണോ? ഇങ്ങനെ ചോദിക്കുന്നവരോട് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന ഒരു എ സി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ 25 ഡിഗ്രി സെൽഷ്യസും ഇവിടെ 21 ഡിഗ്രി സെൽഷ്യസ്. അത് വേണമെങ്കിൽ എനിക്ക് കുറയ്ക്കാം. അതായത് ഇവിടെ 18ഉം ഇവിടെ 25ഉം. അതെന്തുകൊണ്ടാണ് ഒരു വാഹനത്തിൽ രണ്ട് ടെമ്പറേച്ചർ കൺട്രോൾ കൊടുത്തിരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ മോഡൽ വാഹനങ്ങളിൽ ഒട്ടുമിക്ക വാഹനങ്ങൾക്കും ഡ്യുവൽ സോൺ എ സികളാണ് വരുന്നത്. അതായത് നമുക്കിപ്പം ഈ സൈഡിൽ, അതായത് ഡ്രൈവർക്ക് ഒരു 25 ഡിഗ്രി സെൽഷ്യസ് മതി എന്ന് സങ്കല്പിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സൈഡിൽ, അതായത് ഡ്രൈവറിന് 25 വെക്കാൻ സാധിക്കും. ഇവിടെ ഞാൻ കാണിക്കുന്ന പോലെ ഈ ഒരു ടെമ്പറേച്ചർ ഒരു 25 വെക്കാൻ സാധിക്കും. അതേ സമയത്ത് കോ പാസഞ്ചർ അതായത് ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ടെമ്പറേച്ചർ കുറയ്ക്കണം, അതായത് കുറച്ചുകൂടെ തണുപ്പ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ടെമ്പറേച്ചർ ഒരു 17 18 ഇടാൻ സാധിക്കും. അതുപോലെ തന്നെ സ്പീഡ് കൺട്രോളിങ്. പക്ഷേ സ്പീഡ് കൺട്രോളിങ് ഇവിടെ വരുന്നൊരു വ്യത്യാസം കൂടി ഞാൻ പറഞ്ഞുതരാം. രണ്ടിലും ഒരുപോലെ തന്നെ ആയിരിക്കും സ്പീഡ് കൺട്രോളിങ് വരുന്നത്. അതായത് രണ്ട് സൈഡിലെ സ്പീഡ്, ചില വാഹനങ്ങൾക്ക് രണ്ട് സൈഡിലും രണ്ട് സ്പീഡായിട്ട് വരുന്നുണ്ട്. പക്ഷേ മിക്ക വാഹനങ്ങളിലും രണ്ട് ക്ലൈമറ്റ് സോണാണെങ്കിലും സ്പീഡിന് വ്യത്യാസം വരത്തില്ല. ഒരൊറ്റ ബ്ലോവർ തന്നെയായിരിക്കും ഇത് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി തൊട്ടെങ്കിലും നിങ്ങളോട് ആരെങ്കിലും പറയുകയാണ് ഡ്യുവൽ സോൺ എ സി ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ വാഹനത്തിന് 3 സോൺ എ സി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് ഡ്രൈവർ സൈഡ്, മറ്റേ സൈഡ് കോ പാസഞ്ചർ സൈഡ്, മറ്റേത് ബാക്ക്, ഇങ്ങനെ 3 സൈഡിലെ എ സി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങളൊക്കെ ഉണ്ട്. അതിലിപ്പോൾ 3 സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ക്യാമറി പോലത്തെ വാഹനങ്ങളിലൊക്കെ നമുക്ക് 3 സോൺ എ സി ആണ് വരുന്നത്. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പം ഞാനുള്ള ഏറ്റവും പുതിയ മോഡൽ ക്രെറ്റ ഇ വിയിലാണ്. ക്രെറ്റ ഇ വിയുടെ ഒരു ഫംഗ്ഷനും കൂടിയാണ് ഞാനിപ്പോൾ എടുത്തൊന്ന് കാണിക്കുന്നത്. അതായത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. നമുക്കിത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടോ, എനിക്ക് ഡ്രൈവർ സൈഡിലെ ടെമ്പറേച്ചർ കുറയ്ക്കണം. ഞാനിവിടെ ഡ്രൈവർ സൈഡിൽ മാത്രം കുറച്ചു. ഇനി ഇത് രണ്ടും ഒരുപോലെ ആക്കണം. അതായത് രണ്ടും എനിക്ക് മെനക്കെട്ട് ഒരുപോലെ ആക്കണ്ട. ഇവിടെ സിങ്ക്രണൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ്റെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ ആകുന്നതായിരിക്കും. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ എനിക്ക് പറയാൻ തോന്നുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.